ഇപ്പോൾ നടക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ നിങ്ങളുമായി ഒരുമിച്ച് ഞങ്ങൾക്ക് കുടുംബമായി ആയിരിക്കാൻ ദൈവം നന്നായി വലിയൊരു സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫെയ്ത്ത് ലൈവ് എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷൻ്റെ ചുക്കാൻ പിടിക്കുന്ന എൻ്റെ സ്നേഹിതൻ, പ്രിയമകൻ, കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ ക്രിസ്റ്റഫർ തിരുത്തി, കുടുംബം, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരുന്ന കർത്താവിൻ്റെ സാക്ഷിദാസന്മാർ, പ്രത്യേകിച്ചെന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായ പ്രസ്ബിറ്റർ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനം ഇവിടെ വർഷിപ്പിൽ എഴുതിയതായ പ്രിയമകൻ സുജിത് ബാബു, അതുപോലെ ഗിറ്റാർ പ്ലേ ചെയ്ത പ്രിയമകൻ, ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവർ, സൗണ്ട് കൺട്രോൾ ചെയ്യുന്നവർ, കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കന്മാർ, സൗരസന്മാർ, എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഇതൊരു പ്രഥമ രാത്രിയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതായ ചില ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന കാര്യം ഇത് നടത്തുന്ന ഒരാളെന്നുള്ളതിൽ എനിക്കറിയാം. അപ്പോൾ ഞാനിവിടെ വന്ന് വണ്ടി നിർത്തിയ സമയത്ത് പ്രിയ മകൻ ഓടി വന്ന് പറഞ്ഞു, അച്ഛാ ഇവിടെ ചുറ്റുപാടിൽ ഒത്തിരി കൺവെൻഷൻ നടക്കുക, അതുകൊണ്ട് ആളിച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ പ്രിയ മകൻ എൻ്റെ ഒക്കെ പറഞ്ഞത്, അച്ഛാ ആള് കുറയും, അച്ഛാ തോന്നരുന്നുള്ള രീതിയിൽ അതൊന്നും എന്നൊക്കെ പറഞ്ഞില്ല. എനിക്കിതൊന്നും വിഷയമുള്ള ആളല്ല. 5 പേര് വരുന്നു, 50,000 വരുന്നു, എനിക്ക് രണ്ടും ഒരുപോലെ ഉള്ളൂ. എന്തുവാലും വണ്ടിക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉപദേശമല്ല. പിന്നെ ആര് വന്നാലും നിൽക്കുന്നു. 49 വർഷമായിട്ട് ഞാൻ ശുശ്രൂഷ എങ്ങും പോയി എങ്ങും ഒരു കൈമടക്ക് ആയുസ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തും വാങ്ങുന്നില്ല, അത് മാറ്റുന്നില്ല. പക്ഷേ കൂടി വന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കേരളത്തിലെ എൻ്റെ അത്രയും വലിയ ജനക്കൂട്ടത്തിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരാൾ കേരള ചരിത്രത്തിൽ ഇതുവരെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്തുവന്ന്. ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വലിയൊരു ദാസൻ റെയിൻഹാർഡ് ബോങ്കെ എറണാകുളത്ത് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് 2 ദിവസം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാനാണ്. ഇപ്പം 5 ലക്ഷം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ 2 ദിവസം നിന്ന ആളാണ്. എന്തോ പിടി കിട്ടി. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ നിന്നാലും ജനങ്ങളുടെ മുമ്പിൽ നിന്നാലും ഞാൻ സ്റ്റേജിലായിരുന്നു 5 ലക്ഷം ജനങ്ങളുടെ മുമ്പിൽ. അപ്പോൾ അത്രയും വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ആരും ഒരു പ്രാസംഗികൻ നിന്നിട്ടില്ല. അപ്പോൾ എനിക്കിതൊന്നും വിഷയമല്ല. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ശുശ്രൂഷകളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രിയ മകൻ പറഞ്ഞു, എൻ്റെ വൈഫ് സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ 31 വർഷക്കാലമായ ഒരു സെമിനാരി നടത്തുവാൻ കർത്താവ് ഇടയാക്കി. 2200 പരം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ലോകമെമ്പാടും അയപ്പാൻ ഇടയായത് ഒരു ഭാഗ്യമായി കരുതുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ അങ്ങേ ആഴ്ച ഞങ്ങൾ ആന്ധ്രയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഗ്രാജുവേറ്റ്സ് ഒരു 10-20ഓളം കുഞ്ഞുങ്ങൾ കടന്നു വന്നു. അവർ 15, 14, 18, 20 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയവരാ. അവരെ കണ്ടാലൊന്നും തിരിച്ചറിയത്തില്ല. എല്ലാവർക്കും താടിയും നല്ല വയറും ഒക്കെ നല്ല തടിയായി വൈഫും 2-3 കുഞ്ഞുങ്ങളുമായിട്ടൊക്കെയാണ് വന്നേ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞങ്ങളുടെ പ്രസിഡൻറ്റും ഭാര്യയും ജീവിതത്തിൽ ആദ്യമായിട്ട് ആന്ധ്രയിൽ ചെല്ലുന്ന അറിഞ്ഞുകൊണ്ട് അവർ തമ്മിൽ ന്യൂസ് അറിയിച്ചു വന്നതാണ്. പ്രിവിലേജ്, വളരെ പ്രിവിലേജ്. കർത്തൻ ദൈവരാജ്യത്തിൻ്റെ മുഖത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങൾക്കായും ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം ഇടുക്കത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ ദൈവമല്ല, വിശാലതയുടെ ദൈവമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ ദാസനിവിടെ ഒരു പ്രവചനം പോലെ പറഞ്ഞു, 1000 വിശ്വാസികൾ ഉള്ളൊരു സഭയാക്കി ഞാൻ തീർക്കട്ടെന്ന്. നമ്മുടെ ദൈവത്തിൽ അസാധ്യമാണത്. പറ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് അവർ ഗോഡ്. നമ്മുടെ ദൈവത്തിൽ അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഒരു സഹോദരി ഒരു വയലിൽ കാലാ പറക്കാൻ വന്നു. കാലാ പറക്കെന്ന് പറയാൻ എന്തോ അറിയാമോ? കൊയ്ത്തുകാരുടെ ഇടയിൽ കയ്യിൽ നിന്ന് വിട്ടുപോയത്, വലിച്ചിട്ടതല്ല, കൈ വിട്ടുപോയതോ അറക്കാൻ മറന്നുപോയതോ ഊരി വീണതോ അവിടെയൊക്കെ വീണ് കിടക്കുന്നതാണ് കാല എന്ന് പറയുന്നത്. രൂത്തെന്ന് പറയുന്നൊരു സഹോദരി കാല പറക്കി കുറച്ച് നാൾ നടന്നു. എത്ര ആളെന്ന് നമുക്കറിയാൻ വയ്യ. ഒരു ദിവസമാണോ ഒരാഴ്ചയാണോ കുറച്ച് നാളാണെന്ന് നമുക്കറിയാൻ വയ്യ. എന്തുവായാലും കുറച്ച് നാൾ കാല പറക്കി. അധികം ആഴ്ചകൾ കാണത്തില്ല, കാരണം കൊയ്ത്തിൻ്റെ സമയമാണല്ലോ, പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ചില ദിവസങ്ങളായിരിക്കാം. അപ്പോൾ കാല പറക്കി കുറച്ച് നാൾ നടന്നു, കുറച്ച് ദിവസങ്ങൾ നടന്നു. അത് കഴിഞ്ഞുടനെ നമ്മൾ കാണുന്നത് കാല പറക്കുമല്ല,
വലിച്ചിട്ടത് പറക്കി. സ്തോത്രം. ഏതാ കാല പറക്കുന്നതാണോ വലിച്ചിട്ടത് പറക്കുന്നതാണോ കൂടുതൽ മോനെ? വലിച്ചിട്ട് പറക്കുന്ന. അപ്പോൾ ബോസ് പറഞ്ഞു വലിച്ചിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു വലിച്ചിട്ടു. ഞാൻ വിചാരിക്കുന്ന കൈത്തുകാർക്ക് സന്തോഷമായി, കാരണം അതിൽ കുറച്ച് ചുമന്നാൽ മതിയല്ലോ, കുറച്ച് കൂടുതൽ വലിച്ചിട്ട് വേണം. എനിവേ കാല പറക്കി കിടന്ന ഒരു സഹോദരി വീട്ടിൽ വന്നപ്പോൾ കാല പറക്കൊണ്ട് വന്നതല്ല, അത് കൂടുതലുണ്ട്, കൊയ്ത്ത് അവിടെ വലിച്ചിട്ട് പറക്കിയതാണ്. സ്തോത്രം. അതുകൊണ്ടും തീർന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടേ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടേ, കാല പറക്കുകയല്ല, വലിച്ചിട്ട് പറക്കുകയല്ല, മടിയിൽ അളന്ന് വാങ്ങിച്ചു. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തൃപ്തി അടഞ്ഞില്ല. ആ പുസ്തകം 4 അധ്യായം ആകെ ഉള്ളു നമുക്ക് രൂപ നമുക്കറിയാം. കാല പറക്കി നടന്നവൾ വലിച്ചിട്ട് പറക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ മടിയിൽ അളന്ന് വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവനാമത്തിന് വേണ്ടി പറയട്ടെ, ആ വയലിൻ്റെ ഉടമയായി. ആ വയലിൻ്റെ ഉടമയായി. പിന്നെ കാല പറക്കിയതോടെ നടക്കുമല്ല, വലിച്ചിട്ടത് പറക്കിയല്ല, മടിയിൽ അളന്ന് വാങ്ങിയല്ല, മടിയിൽ അളന്ന് കൊടുക്കുക. മറ്റുള്ള അനേകർക്ക് കൊയ്ത്ത് കാല പറക്ക് വലിച്ചിട്ട് കൊടുക്കാനും മടിയിൽ അളന്ന് കൊടുക്കുവാനും വയലിന്റെ ഉടമസ്ഥനാക്കി തീർത്ത ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ചില വയലിന്റെ ഉടമകളാക്കി തീർക്കുവാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. Never be satisfied with what you got. നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ സംതൃപ്തി അടഞ്ഞിരിക്കരുത്. ഭൗതികമായ കാര്യമല്ല പറഞ്ഞത്, ഭൗതികമായ കാര്യത്തിൽ നിങ്ങൾ സംതൃപ്തി അടഞ്ഞേയിരിക്കാവൂ. ബൈബിളിൽ അതാ പറയുന്നത്, ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ഗോട്ട്. ലഭിച്ചതിൽ നിങ്ങൾ സംതൃപ്തിയോടിരിക്കണം. പക്ഷേ ആത്മീയ കാര്യത്തിൽ മാത്രം നിങ്ങൾ സംതൃപ്തി അടയരുത്. അപ്പോൾ ദൈവം നിങ്ങളെ അളന്നു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് വയലിന്റെ ഉടമകളാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രികാലം ഇട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉന്നതമായ അവസ്ഥയിലേക്ക്, അനുഭവങ്ങളിലേക്ക് വഴിയടത്തുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. വലിയ ശുശ്രൂഷകൾ, വലിയ ഉടമസ്ഥകളാക്കി തീർക്കുവാൻ, നിങ്ങളെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഒരു മോവാബ്യ പെൺകുട്ടി വന്നപ്പോൾ ഇതൊന്നും ആഗ്രഹിച്ചില്ല, ഇതൊന്നും ചിന്തിച്ചില്ല, ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ നമ്മുടെ ദൈവം ഇടുക്കത്തിന്റെ ദൈവമല്ല, ഞെരുക്കത്തിന്റെ ദൈവമല്ല. അവന്റെ കാലടികൾ വയ്ക്കുവാൻ വിശാലത വരുത്തി. നമ്മുടെ ദൈവം വിശാലത വരുത്തുന്ന ദൈവമാ. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി നൽകാം നല്ല ചെയ്ത ദൈവം. ഇന്ന് രാത്രികാലം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം 1000 ആത്മാക്കളല്ല മോനെ, അതിനേക്കാൾ വലിയ ആത്മാക്കളെ നൽകുവാൻ, വലിയ കൂട്ടത്തെ സത്യത്തിന്റെ സാക്ഷികളാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. ഞാൻ വീട്ടിൽ നിന്നൊരു ദൂതൊക്കെ ഒരുക്കി ചിന്തിച്ചും പ്രാർത്ഥിച്ചൊക്കെ അവിടെ വന്നത്. ഇവിടെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൂത് മാറ്റി. അതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുണ്ട്. അതെനിക്ക് കൺഫർമേഷൻ കിട്ടിയത് കർത്താനദാസൻ ലാസ്റ്റിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞ 2 വാക്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ മനസ്സിലായി, ദൈവമേ, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ 2 പേരിലും വ്യാപരിക്കുന്ന ഒരേ ആത്മാവാ. അല്ല, നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല, നമ്മൾ എല്ലാവരും വ്യാപരിക്കുന്ന ഒരേ ആത്മാവാ. ഇപ്പൊ സന്തോഷമായല്ലോ. അപ്പോൾ ഞാൻ വേറൊരു ഭാഗമായി ചിന്തിച്ചുകൊണ്ട് വന്നതെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിട്ടിരുന്നപ്പോൾ ഇതിനെല്ലാം ബൈബിളിലും തെളിവുണ്ട് മോനെ, ബൈബിളിലും തെളിവുണ്ട്. ഇതിന് ദൈവത്തിന്റെ ദാസനായ യൂദ ഒരു ലേഖനം എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചിന്തിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു വന്നപ്പോൾ അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ പ്രിയരെ, 3-ാം വാക്യം, യൂദായ്ക്ക് അധ്യായമില്ലല്ലോ, 3-ാം വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ.
അപ്പോൾ ദൈവത്തിന്റെ ദാസനായ യൂദ ഒരു ലേഖനം എഴുതാൻ ആഗ്രഹിച്ചപ്പോൾ എന്തുവാ സബ്ജക്റ്റ്, വിഷയം എന്തുവാ എടുത്തത്? പൊതുവിലുള്ള കോമൺ സാൽവേഷൻ. നിങ്ങൾക്ക് എഴുതുവാൻ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ഞാൻ ചെയ്തു. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത്, തൂലിക എടുത്ത് പേപ്പർ എടുത്ത് ലേഖനം എഴുതുവാൻ ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ഗൈഡ് ചെയ്തത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല. അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്കറിയാം, അതാണ് നമുക്ക് സത്യം. ആത്മാവ് ഞങ്ങളെ വഴി നടത്തുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് ആഗ്രഹിച്ചൊക്കെ ഒന്നെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് ചെയ്തത് വേറെ നിലയില്ല. എന്നെ മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് യൂദായും അങ്ങനെ ഡയറക്റ്റ് ചെയ്തത്. അതല്ല, വേറൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അവിടുന്ന് തന്നെ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് രാത്രിക്കാലത്തെ ആധാരമായി വേദഭാഗം നമുക്ക് വായിക്കാം. ഇന്ന് രാത്രിക്കാലത്തെ വിചിത്രത്തിനായി യൂദായുടെ ലേഖനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇവിടെ വായിക്കാം. യൂദായുടെ ലേഖനം 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ ദാസനായ യൂദ എഴുതിയ ലേഖനം, അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. 1-2 വാക്യങ്ങൾ. ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ചിലത് സഭകൾക്ക് വേണ്ടിയാണ്, ചിലത് സഭകൾക്ക് വേണ്ടിയാണ്. അവരൊക്കെ പറഞ്ഞേ, സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങൾ പറഞ്ഞേ. സഭകൾക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങൾ പറ. അറിയത്തില്ലേ? റോമർ സഭയ്ക്ക് എഴുതുക ഇല്ലയോ? കൊരിന്ത്യ സഭയ്ക്ക് എഴുതുക 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ. ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുക, ഗലാത്യ സഭയ്ക്ക് എഴുതുക, എഫേസ്യ സഭയ്ക്ക് എഴുതുക. ഇതെല്ലാം സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളാണ്. എന്നാൽ വ്യക്തികൾക്ക് എഴുതിയ ലേഖനമുണ്ട്. വ്യക്തികൾക്ക് എഴുതിയ ലേഖനമുണ്ട്. അതേതൊക്കെയാ പറഞ്ഞേ? തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-2, തീത്തോസ്, ഫിലോമോന്, അങ്ങനെ യൂദ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ പല ലേഖനങ്ങൾ വ്യക്തികൾക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങളുണ്ട്, വ്യക്തികളെ അഡ്രസ് ചെയ്ത് എഴുതിയ ലേഖനങ്ങളുണ്ട്. ഇതന്നെയോ? നമ്മൾ സഭകളുടെ കാര്യങ്ങൾ പറഞ്ഞു, വ്യക്തികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ യൂദായുടെ ലേഖനം ആർക്ക് അഡ്രസ് ചെയ്തേക്കുക? യൂദായ്ക്കല്ല, യൂദ എഴുതിയ ലേഖനമാണ്. ആർക്കാ അത് അഡ്രസ് ചെയ്തിരിക്കുന്നത്? ബർന്നബാസിനോടും കൂടി അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയെ നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യൂദയെയും മതി. അപ്പൊ എത്ര യൂദയായി? 6 യൂദ. എത്രയും പോരെ? 6 യൂദന്മാർ. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ, യൂദയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, എങ്കിലും ഇതൊരു ഇൻഫർമേഷൻ ആണല്ലോ നിങ്ങൾക്ക്. 6 യൂദന്മാർ പുതിയ നിയമത്തിൽ ഉണ്ട്. പക്ഷെ ഇത് അന്നത്തെ ഒരു കോമൺ പേരായിരുന്നു. ഇന്നത്തെ നമ്മുടെ വർഗീസ്, ചാക്കോ, തോമാച്ചൻ, ജോൺ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ നല്ലൊരു പേര് തന്നെ സ്തുതി എന്നൊക്കെയാണ്. പക്ഷെ ആരും തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ പേരിടാറില്ല. എന്താ അറിയാം, ഒരുത്തിനിത് സ്പോയിലാക്കി കളഞ്ഞു. ഒരാള് ഇത് കെട്ടിയാന്നിയത്ത് അവന് പിന്മാറിപ്പോയോണ്ട് പിന്നെ വേറൊരുത്തൻ ദുരുപദേശകനായി പുറകെ ജനത്തെ വലിച്ചുകൊണ്ട്, ചുരുക്കി പറഞ്ഞാൽ ഇന്ന് തന്നെ മക്കൾക്ക് നല്ലൊരു പേരെന്തെങ്കിലും ആരും ഈ പേര് ഇടാറില്ല. പോട്ടെ, അത് അത്രയും ക്ലോസ് ആയിട്ട് കളഞ്ഞേര്. ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ, സ്തോത്രം. ഇതിലേത് യൂദയാ എഴുതിയേ? പറ, ഏത് യൂദയാ? യേശുവിന്റെ സഹോദരനായ യൂദ. ശിഷ്യന്മാരിലെ 2 യൂദ അല്ല, യേശുവിന്റെ സഹോദരനായ യൂദ. ഒരു കാര്യൂടെ ഞാൻ പറയാം. യേശു ജീവിച്ചിരുന്ന കാലത്ത് അവന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നില്ല. നമുക്കറിയാം, ബൈബിളിലെ വാക്യം പറയുന്നു,
യേശു ജീവിച്ചിരുന്ന കാലത്ത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിൻ്റെ കാലശേഷം അവരും ഈ കൃപയിലേക്ക് വന്നു. ഇന്ന് രാത്രിക്കാരുടെ ദൂതി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പ്രതീക്ഷിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴൊന്നും അവർ വിശ്വാസത്തിൽ വന്നില്ലെങ്കിലും നമ്മുടെ കാലശേഷമാണെങ്കിലും നമ്മൾ അവരുടെ പക്ഷമല്ല, അവിടെ നമ്മുടെ പക്ഷം ചേരും. സത്യത്തിന് വേണ്ടി വില കൊടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലത്തിലും വിശ്വസ്തോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഞാൻ പറയാം, നിങ്ങൾ അവരുടെ പക്ഷമല്ല, അവിടെ നിങ്ങളുടെ പക്ഷം ചേരും. ഇന്നല്ലെങ്കിൽ നാളെ സത്യത്തിന്റെ സാക്ഷികളായി അവരെ ദൈവം തീർക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. യേശു ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ വിശ്വാസത്തിൽ അവരെ അനുഗമിപ്പാൻ വന്നില്ലെങ്കിലും പിന്നാലെ അവർക്ക് ആ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അർദ്ധ സഹോദരനായ ആ യൂദ ലേഖനം എഴുതുമ്പോ പറയുക, ഞാൻ യേശു ക്രിസ്തുവിന്റെ ദാസന. സത്യത്തില് ഈ യൂദ ആരാ? യേശുവിന്റെ ഉറക്കെ പറ, ധൈര്യമായിട്ട് പറ, സഹോദരനാ. മോനെ, നമുക്കൊരു അവസരം ഇതുപോലെ എഴുതാൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്തോ എഴുതിയേനെ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ ജാതനായപ്പോൾ സകലത്തെ സൃഷ്ടിക്കുന്ന, അണ്ടകടാകത്തെ സൃഷ്ടിക്കുന്ന സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തനായ യേശുവിന്റെ സ്വന്തം സഹോദരനായ യൂദ. ഞാനെഴുതി അങ്ങനെ എഴുത്തുള്ളായിരുന്നു. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു MLA-യോ MP-യോ ഒരു പഞ്ചായത്ത് മെമ്പറോ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ അഭിമാനത്തോടെ പറയും, പുള്ളി ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ അമ്മച്ചൻ്റെ മോൻ്റെ മോനാ എന്നൊക്കെ പറയും. എന്താ അഭിമാനമായിട്ടാണ്. പക്ഷെ ഇവിടെ യാക്കോബ് എഴുതിയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ നല്ല എഴുതിയത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. What a privilege in our life to be the servant of God. ദൈവത്തിന്റെ ദാസനായിരിക്കാൻ ദൈവം തന്ന ഭാഗ്യ പദവിയിൽ അഭിമാനമുള്ള ദൈവമക്കൾ, ദൈവദാസിമാർ, ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാ. That is the greatest privilege. എന്റെ വൈഫ് ഇവിടെ പറഞ്ഞതുപോലെ അവൻ നമ്മുടെ സഹോദരൻ എന്ന് വിളിക്കുവാൻ അവനെ ലജ്ജിക്കത്തില്ല. പക്ഷേ we are the servants of the most high God. ഉന്നതനായ ദൈവത്തിന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാ നമ്മൾ. സ്തോത്രം. അപ്പൊ അത്രയും ഭാഗം അവിടെ നിൽക്കട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടവർ. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയല്ല, 3 കൂട്ടർക്ക് വേണ്ടിയാ. അവിടെ എഴുതിയിരിക്കുന്ന ആ 3 വാക്കുകൾ ചൂണ്ടിക്കാണിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് പിരിയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ. ഇന്ന് രാത്രിക്കാലം ഇവിടെ വന്നിരിക്കുന്നവർ, ഫെയ്ത്ത് അലൈവ് കൺവെൻഷനിൽ വന്നിരിക്കുന്നവർ, അനുഭവമുള്ളവരുണ്ടോ? ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ സ്നേഹം. അതാ ഞാൻ പറഞ്ഞത്, മോൻ പ്രസംഗിച്ചത് തന്നെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. യോഹന്നാൻ 3:16, For God so loved the world, he gave his only begotten son, whosoever believeth in him should not perish but have everlasting life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇന്ന് രാത്രികാലം കൂടിയിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കളാ. ഒരു സിമ്പിൾ മെസ്സേജാ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന, ഒരു തിയോളജി ഒന്നുമല്ല. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ there's a reason behind. റീസൺ ഇല്ലാതെ ആരും ആരെയും സ്നേഹിക്കത്തില്ല. അതാണ് സത്യം. ലോകത്തിന്റെ പ്രിൻസിപ്പിൾ അതാ. ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ there is a reason for that. ഒന്നിൽ സൗന്ദര്യം കണ്ടിട്ട്, അല്ലേ പണം കണ്ടിട്ട്, അല്ലേ പ്രതാപം കണ്ടിട്ട്, അല്ലേ കഴിവ് കണ്ടിട്ട്, അല്ലേ പേഴ്സണാലിറ്റി കണ്ടിട്ട്, അല്ലേ പൊസിഷൻ കണ്ടിട്ട്, എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ആരെയും സ്നേഹിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം കൂടിയിരിക്കുന്ന ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, ലൈവിൽ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എന്തെങ്കിലും യോഗ്യത കണ്ടിട്ടാണോ ദൈവം നമ്മളെ സ്നേഹിച്ചത്? ഹല്ലേലൂയ. ഇതൊന്നും കണ്ടിട്ടല്ല എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചത്.
നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ച അവന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. കരങ്ങളെ തട്ടി ആനന്ദത്തോടെ ശക്തിയോടെ. എന്നെ ആരും സ്നേഹിക്കാനില്ലായിരുന്നപ്പോൾ he loved me. Praise the Lord. ലോകത്തിലെ ഏറ്റവും വലിയ കംപ്ലൈന്റ് എന്തുവാ? ലോകത്തിലെ പൊതുവായിട്ടൊരു കംപ്ലൈന്റ് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഭൂമിയിൽ എവിടെ പോയാലും അവർക്ക് പറയാനുള്ളത് nobody loves me. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഭർത്താവിനൊക്കെ ചോദിച്ചു നോക്കൂ, അവരുടെ കംപ്ലൈന്റ് ഇതാ, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല. ഭാര്യയൊക്കെ ചോദിച്ചു നോക്കൂ, ഭർത്താവിനെ എവിടെ സ്നേഹിക്കുന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചു നോക്കൂ, അമ്മയപ്പമ്മരെ സ്നേഹിക്കുന്നില്ല. അമ്മയപ്പമ്മയൊക്കെ ചോദിച്ചു നോക്കൂ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല. പാസ്റ്ററൊക്കെ ചോദിച്ചു നോക്കൂ, വിശ്വാസികളുടെ സ്നേഹമില്ല. വിശ്വാസികളൊക്കെ ചോദിച്ചു നോക്കൂ, പാസ്റ്റർക്ക് സ്നേഹമില്ല. എല്ലാവരുടെയും കംപ്ലൈന്റ് സ്നേഹിക്കുന്നില്ലെന്നാണ്. സ്നേഹം കുറഞ്ഞു പോകും, അതാണ് സത്യമാണ്. പക്ഷെ വറ്റിപ്പോകാത്ത സ്നേഹം, കുറഞ്ഞു പോകാത്ത സ്നേഹം. ഇന്ന് രാത്രികാലം ഈ പ്രഥമ രാത്രിയിൽ ഞാൻ വർണ്ണിക്കുന്നത് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ്. ആ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. നമ്മളെ ഒന്നും കണ്ടിട്ടല്ല, നമ്മുടെ ആരോഗ്യം കണ്ടിട്ടല്ല, സൗന്ദര്യം കണ്ടിട്ടല്ല, പണം കണ്ടിട്ടല്ല, പ്രതാപം കണ്ടിട്ടല്ല സഹോദര ദൈവം നിന്നെ സ്നേഹിച്ചത്. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ച അവന്റെ മഹാസ്നേഹം. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം. ഓ ഹല്ലേലൂയ. മെഗാ ലവ് ഇവിടെ ഉണ്ടല്ലോ, മെഗാ സെയിൽ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ മെഗാ മഹാസ്നേഹം. സ്തോത്രം. നമ്മൾ ആരായിരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചതെന്ന് ഉണ്ട്. ഇപ്പൊ വായിക്കണ്ട, സമയമില്ലാത്തതുകൊണ്ട് വായിക്കണ്ട. റോമാലേഖനം 5-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട്. നമ്മൾ ആരായിരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്. ഒന്ന്, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, നമ്മൾ പാപികൾ ആയിരുന്നപ്പോൾ, നമ്മൾ ബലഹീനർ ആയിരുന്നപ്പോൾ, നമ്മൾ ശത്രുക്കൾ ആയിരുന്നപ്പോൾ. ഇതാണ് നമ്മളെ സ്നേഹിച്ച 4 ക്വാളിഫിക്കേഷൻ. ഈ 4 ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും സ്നേഹിക്കുമോ? പറ. ബലഹീനർ, അഭക്തർ, പാപികൾ, ശത്രുക്കൾ. ഈ രീതിയിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് എൻ്റെ യേശു സ്നേഹിച്ചത്. അവന്റെ സ്നേഹത്തെ വർണ്ണിപ്പാൻ എനിക്ക് നാവുകൾ പോരാ, എനിക്ക് വാക്കുകളില്ല. അത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞ ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്തുന്ന രാത്രികാലം നന്ദിയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദൈവത്തെ സ്നേഹിക്കപ്പെട്ടവരാ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി അല്ല യൂദ ഈ ലേഖനം എഴുതിയത്. ഇന്ന് രാത്രികാലം ഇവിടെ നിന്ന് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവകൃപ പ്രാപിച്ച ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കളും ദൈവദാസന്മാരുമാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷമാക്കി. ലവ് ഈസ് ഫോർ ടു ബി എക്സ്പ്രസ്ഡ്. സ്നേഹിക്കുന്ന പറഞ്ഞാൽ പോരാ, സ്നേഹം പ്രകടമാക്കേണ്ടതാണ്. ദൈവത്തിന് നമ്മളുള്ള സ്നേഹം പ്രകടമാക്കിയത് തൻ്റെ ഏകജാതനായ മകനെ അയച്ച. സ്തോത്രം. പാപികളായിരുന്ന, ബലഹീനരായിരുന്ന, ദോഷികളായിരുന്ന, ശത്രുക്കളായിരുന്ന നമ്മളെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രികാലം ആ സ്നേഹം രുചിച്ചറിയുവാൻ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കൃപ അനുഭവിച്ചവർ, ആ സ്നേഹം രുചിച്ചറിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കളാ ഇന്ന് രാത്രികാലം ഈ കൺവെൻഷന് വന്നിരിക്കുന്നത്. ഞങ്ങളെ കൂടെ കാണുന്ന പ്രിയപ്പെട്ടവരൊക്കെ പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹം വർണ്ണിപ്പാൻ കഴിയത്തില്ല. അവന്റെ സ്നേഹം വറ്റിപ്പോകുന്നല്ല, അവന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നല്ല. ഇന്ന് രാത്രികാലം അവന്റെ മഹാസ്നേഹത്താൽ, നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാ ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അനേക വാക്യങ്ങളുണ്ട്. ഇത്ര വലിയ സ്നേഹം,
മഹാസ്നേഹം, നിത്യസ്നേഹം, വറ്റിപ്പോകാത്ത സ്നേഹം. വായിച്ച സമയമില്ലെങ്കിലും യോഹന്നാൻ 13:1 വായിച്ച്. യോഹന്നാൻ 13:1, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 1. മക്കളെ ചൂടെ വലിയൊരു ബൈബിള് കണ്ടുപിടിക്കണം കേട്ടോ, വായിക്കാനേ തപ്പി കീറിപ്പോകുന്നു. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. എന്തോ മക്കളെ? അവസാനത്തോളം. അങ്ങനെ ക്ലിയർ ആയിട്ട് വായിക്കണം. അവസാനത്തോളം സ്നേഹിച്ചു. യേശു ഈ ഭൂമിയിൽ വിട്ട് പോകുന്നു എന്ന് തനിക്കറിയാവുന്ന ആ സന്ദർഭത്തിൽ തനിക്കുള്ളവരെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു. നമ്മുടെ സ്നേഹം കുറഞ്ഞു പോകാൻ ഒരു വാക്ക് മതി, ഒരു പ്രവൃത്തി മതി. കൈ തന്നില്ല, ഇനി ഞാൻ മിണ്ടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ മോനെ നോക്കിയില്ല, ഇനി ഞാൻ മിണ്ടുന്നില്ല. നിസ്സാരപ്പെട്ട ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു നോട്ടം മതി നമ്മുടെ സ്നേഹം പറ്റിപ്പോയാൻ. ഞാൻ വർണ്ണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ഭാഷ, സിമ്പിൾ ലോക്കൽ ഭാഷയിൽ ഞാൻ പ്രസംഗിക്കുന്നത്. യേശു പറയാ തനിക്കുള്ളവരെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു. ഇനി തനിക്കുള്ളവരെ കുറിച്ചുള്ളതായ സ്വഭാവത്തിനെ വർണ്ണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പിടി കിട്ടും. 12 ശിഷ്യന്മാർ കൂടുള്ളവര് അവരേത് പുള്ളികളാ? 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന പാർട്ടി ഈ യൂദ അതിനകത്തുണ്ട്. അവനെ സ്നേഹിച്ചു. ഈ തോട്ടത്തിൽ കാണിച്ചു കൊടുക്കാൻ തന്നെ അവനെ വിളിച്ചെന്ന് അറിയാം. എടാ നീ എന്തൊക്കെ ഇത് കാണിച്ചടാ, എങ്കിലും നന്നാ വിളിച്ചേ സ്നേഹിത. ഞാനാണെങ്കിൽ എനിക്കിതൊക്കെ അറിയാണെന്നെങ്കിൽ എന്തോ വേടാ എന്നെ ഒറ്റിക്കൊടുക്കാൻ നീ വന്നേക്കാ അല്ലയോ എന്ന് പറഞ്ഞാനെ. യേശു അവനെ വിളിച്ചെന്തുവാ? സ്നേഹിത. സ്നേഹിത. അവന്റെ സ്നേഹം കുറഞ്ഞു പോകുന്നതല്ല, തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. ഒറ്റിക്കൊടുക്കുന്ന യൂദായെ സ്നേഹിച്ചു. ഞാൻ അവനെ അറിയുന്നില്ലെന്ന് ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയ പത്രോസിനെ അവൻ സ്നേഹിച്ചു. എൻ്റെ ആണിപ്പെടുത്ത് ഞാൻ ഇടാതെ വിശ്വസിക്കുന്നു പറഞ്ഞ തോമാച്ചനെ സ്നേഹിച്ചു. അന്ന് രാത്രി യേശു പിടിക്കപ്പെട്ടപ്പോൾ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. അവരെല്ലാവരെയും യേശു സ്നേഹിച്ചു. ഇന്ന് രാത്രികാലം നമ്മൾ അവനെ വിട്ടുപോയിട്ടും, നമ്മൾ അവനെ പിന്മാറിപ്പോയിട്ടും, നമ്മുടെ ഇഷ്ടാനുസരണം പോയിട്ടും, ഞാൻ അവനെ അറിയില്ലെന്ന് പറഞ്ഞിട്ടും, നാം അവനെ തള്ളിക്കളഞ്ഞിട്ടും, നമ്മൾ പിന്മാറിപ്പോയിട്ടും, നമ്മളെ തേടി വന്ന മഹാസ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രികാലം വറ്റിപ്പോകാത്ത, കുറഞ്ഞു പോകാത്ത അവന്റെ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. I am loved by the Lord. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് അഷ്വറൻസ് തരിക, ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. I want to introduce someone who loves you. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം ബലഹീനരായിരുന്നാലും, രോഗിയായിരുന്നാലും, പണമില്ലാത്ത കടക്കാർ പാപ്പരായാലും, ഏത് നിർജീവാവസ്ഥയിലായിരുന്നാലും നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി, നിത്യസ്നേഹത്തിനായി, വലിയ സ്നേഹത്തിനായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് അനുഭവിച്ചറിഞ്ഞവരാ ഞാൻ. Hallelujah. Hallelujah. എവിടെ കൈ കൊടുത്തിട്ട് പറ, ഗോഡ് ലവ്സ് യു. ഇംഗ്ലീഷ് പറ. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ഇതൊന്നും പറയാൻ അറിയാൻ മേത്ത് ആരുണ്ട് ഇവിടെ? ഗോഡ് ലവ്സ് യു. ഇംഗ്ലീഷിൽ പറ എല്ലാവരും. ഗോഡ് ലവ്സ് യു. വേണ്ട, എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു. ഗോഡ് ലവ്സ് യു. ഹല്ലേലൂയ. യേശു എന്നെ കൊണ്ടുവന്നത് ഈ വീഞ്ഞ് വീട്ടിലേക്കാണ്. എവിടെ കൊണ്ടുവന്നവനെ? അവനെ വീഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ മേളിലൊരു കൊടി പിടിച്ചു. എന്തോ കൊടിയാ? ആ കൊടിയുടെ പേരെന്തുവാ? ഉറക്കെ പറ. അവൻ എന്നെ വീഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ മേലൊരു കരികൊടി പിടിച്ചു. എന്നല്ല, എൻ്റെ മേൽ അവ സ്നേഹത്തിന്റെ കൊടി പിടിച്ചു. നമ്മുടെ തലയ്ക്ക് മീതെയുള്ള സ്നേഹത്തിന്റെ കൊടിയാണ്. ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്കത് കാണാൻ കഴിയത്തില്ലെങ്കിലും നിങ്ങളെ കൊണ്ടുവന്നത് വീഞ്ഞ് വീട്ടിലേക്കാ, മരണ വീട്ടിലല്ല.
ഓ ഹല്ലേലൂയ, നിരാശപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലല്ല, സെലിബ്രേറ്റ് ചെയ്യുന്ന. ഇവിടെ പ്രിയ മകൻ പാടി വർഷിപ്പ് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. We are celebrating the victory of the Lord. ദൈവത്തിന്റെ ജയത്തെ, ദൈവത്തിന്റെ വിജയത്തെ നമ്മൾ ഘോഷിക്കുക. We are celebrating the victory of the Lord. ദൈവത്തിന്റെ സ്നേഹം അവനെ വീതിക്കൊണ്ട് നമ്മൾ പലരും ഇരിക്കുന്ന യോഗത്തിന് വന്നാലിരിക്കുന്നത് നമ്മൾ കൊണ്ടുവന്നത് മരണ വീട്ടിൽ കൊണ്ടുവന്ന രീതിയിലായിരിക്കുന്നത്. മരണ വീട്ടിൽ ഒരു സന്തോഷമില്ല, ഒരു എക്സ്പ്രഷനുമില്ല, ഒരു നീണ്ട മുഖമായിട്ട് മരണ വീട്ടില. നോ, നമ്മളെ കൊണ്ടുവന്ന് വീഞ്ഞു വീട്ടില. വീഞ്ഞു വീട്ടിലെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നുണ്ടെ രാത്രിയിലൊക്കെ വീഞ്ഞ് വീട്ടിൽ പോയവൻ വഴി കൂടെ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വീഞ്ഞു വീട്ടിലൊക്കെ പോയവനെ ഞങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് അവന് വീതി പോരാ, അവനെങ്ങനെ നല്ല സെലിബ്രേറ്റ് ചെയ്താൽ പോകുന്നത്. സെലിബ്രേറ്റ് ചെയ്ത് യോഗത്തിന് വന്നിരിക്കുന്നത് മയിൽക്കുറ്റി പോലിരിക്കുക. ലോകത്തിൽ വീഞ്ഞടിച്ചവന് സെലിബ്രേറ്റ് ചെയ്യുക. ആരെങ്കിലും അനങ്ങുന്നെങ്കിൽ ഓർത്തോണം, അവന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേലുണ്ട്. ആ സ്വർഗീയ മന്നയാൽ അവനെ പോഷിപ്പിച്ച ആ സ്വർഗീയ വീഞ്ഞിനാൽ ഹല്ലേലൂയ അവൻ പോഷിപ്പിക്കപ്പെട്ടവനാ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സ്തുതിയോടെ, സ്തോത്രത്തോടെ, സങ്കീർത്തനങ്ങളോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ ഉള്ളത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ മേൽ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയാണ്. ഹല്ലേലൂയ. ഇൻവിസിബിൾ ഒരു ബാനർ ഉണ്ട്. He brought me to the banquet hall and the banner over me is love. എന്റെ മേൽ പിടിച്ച നമുക്ക് കാണുവാൻ കഴിയത്തില്ലെങ്കിലും ഇൻവിസിബിൾ ഒരു ബാനർ ഉണ്ട്. നിങ്ങളുടെ മുകളിലുള്ളത് സ്നേഹത്തിന്റെ കൊടിയ. ആ സ്നേഹത്താൽ നിങ്ങളെ പൊതിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ സ്നേഹത്താൽ പൊതിയപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കൾക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I am loved by the Lord. Hallelujah. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. പിന്നെ ലവ് സോങ്സ് എന്നൊക്കെ പറയും. ലവ് സോങ്സ് സെക്കുലർ ലോകത്തിൽ, സിനിമാ ലോകത്തിലൊക്കെ, വേൾഡ്ലി ലോകത്തുള്ള ലോകപരമായിട്ടുള്ള പാട്ടുകളെല്ലാം സ്നേഹത്തെ അധിഷ്ഠിതമാക്കിയ പാട്ടുകളാണ്. നിങ്ങൾ മുഖം പാടുമൊന്നും വേണ്ട. ഈ ആത്മീയ ശുശ്രൂഷയിൽ അത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ സന്തോഷിക്കാനുള്ള ദൂതോടെ പറയാം. ആത്മീയ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടെഴുതിയിരിക്കുന്നത് ദൈവസ്നേഹത്തെ കുറിച്ചാണ്. മകൾ സ്നേഹം, മകൾ സ്നേഹം, പരലോക പിതാവ്. പിന്നെ സ്നേഹത്തെ കുറിച്ചുള്ള പാട്ടുകൾ പറ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഇവിടെ നിന്നൊരു 100 പാട്ട് പാടാം സ്നേഹത്തെ കുറിച്ച്. നമ്മളത് പാടി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതാ ദൈവത്തെ പാടി ആരാധിക്കുന്നത്. ദൈവസ്നേഹം വർണ്ണിപ്പാൻ ആർക്കും പോരാ. ദൈവസ്നേഹം വർണ്ണിച്ചിട. മോനെ ഞാൻ നല്ല പാട്ടുകാരനാ. ഓക്കെ, എന്നോട് പാടിപ്പിക്കരുത്. അപ്പോൾ ദൈവസ്നേഹത്തെ വർണ്ണിപ്പാൻ ഞാനിത് പറഞ്ഞതിൻ്റെ സാരം എന്തുവാ? ഇറ്റ്സ് എ വെരി സിമ്പിൾ മെസ്സേജ് ഫോർ എവരിബഡി ടു എൻജോയ്. പക്ഷെ അതെപ്പോഴും ഓർക്കുവാൻ നിങ്ങൾക്ക് ധൈര്യം, ഉന്മേഷം, ജീവൻ നൽകുവാൻ there is somebody who love me. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അന്ത്യത്തോളം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ലോകത്തിൽ എൻ്റെ സ്നേഹം ആരുടെ കുറഞ്ഞു പോയാലും, ആരെല്ലാം സ്നേഹിച്ചില്ലെങ്കിലും എന്നെ എപ്പോഴും എപ്പോഴും എന്നും സ്നേഹിക്കുന്ന, വറ്റിപ്പോകാത്ത, കുറഞ്ഞു പോകാത്ത ഒരു സ്നേഹിതൻ എനിക്കുണ്ട്. അവൻ നല്ല സ്നേഹിതനായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറ്റേ 2 പേരുടെ പറയണം. 15 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി എഴുതുക ഈ ലേഖനം? പറഞ്ഞേ, അത് നെഞ്ചത്ത് കൈവച്ചിട്ട് പറ. ദാറ്റ്സ് ഫോർ മീ. അങ്ങനെ പറ, ഇറ്റ്സ് ഫോർ മീ. ഈ ലേഖനം എഴുതിയിരിക്കുന്ന എനിക്ക് വേണ്ടിയാ. ഐ ആം ലവ്ഡ് ബൈ ദ ലോർഡ്.
ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്ക്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യൂദ എഴുതുകയാണെങ്കിലും ഇന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം ഈ കൺവെൻഷനിരിക്കുന്ന ദൈവമക്കൾക്കും TV-യിലൂടെ കാണുന്ന പ്രിയപ്പെട്ടവർക്കും പറയാൻ കഴിയും, ഐ ആം ലവ്ഡ് ബൈ ദ ലോർഡ്. ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. രണ്ടാമത്തെ പദം പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടിരിക്കുക അവിടെ. ഞാൻ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ. ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ്. അവരൊക്കെ പറഞ്ഞേ, ഞാൻ ദൈവത്താൽ സൂക്ഷിക്കുക. ഇടവും വല്ലതും കൈ കൊടുത്തിട്ട് പറ, ഞാൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടവനാണ്. ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ. മുഖത്ത് നോക്കി പറഞ്ഞില്ലല്ലോ, മുഖത്ത് നോക്കി പറ, ചിരിച്ചോണ്ട് പറ, ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ്. നമ്മുടെ പട്ടാളക്കാരും പോലീസും ഒന്നും അല്ല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ കാവൽ നമ്മുടെ മേലുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ നമ്മുടെ ഭക്തന്മാർക്കുണ്ട്. ഞാൻ എൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കണമെന്ന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് ഭാഗത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരത്തില്ല. കാരണം ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ്. എന്റെ ദൈവത്തിന്റെ സൂക്ഷിപ്പ് എന്റെ മേലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത്. ഐ ആം ലവ്ഡ് ബൈ ദ ലോർഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ്. നമ്മുടെ കഴിവാണോ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? കോവിഡ് വന്ന് എത്ര ലക്ഷങ്ങൾ തട്ടിപ്പോയി, എത്ര കോടികൾ തട്ടിപ്പോയി. നമ്മൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സൂക്ഷിപ്പാണ്. സ്തോത്രം. എത്രയോ ജനങ്ങളാ റോഡിൽ പട്ടുപോകുന്ന ആക്സിഡന്റിൽ. എത്ര പേര് മോട്ടോർ സൈക്കിൾ, നമുക്കറിയാം, എന്നും എവരിഡേ ഇറ്റ്സ് എ ട്രാജഡി. എത്ര പേരാ. നമ്മളൊക്കെ അവരെക്കാൾ മിടുക്കന്മാരായിട്ടൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോകുന്ന ഞാൻ വെട്ടിത്തിരിച്ചു. അങ്ങനെ വെട്ടിത്തിരിച്ച ആൾക്കാരൊക്കെ റോഡിൽ ചമ്മന്തിയായിപ്പോയി. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ വെട്ടിത്തിരിച്ചതല്ല, ദൂതന്മാര് നമ്മുടെ സ്റ്റിയറിംഗ് പിടിച്ചതാണ്. അനുഭവിച്ച എത്ര പേരുണ്ട്, എത്ര പേര് അനുഭവിച്ചവരുണ്ട്. വാഹനം ഓടിച്ചപ്പോൾ, മോട്ടോർ സൈക്കിൾ ഓടിച്ചപ്പോൾ നമുക്ക് ചതഞ്ഞു പോകാവുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ സ്റ്റിയറിംഗിന്റെ കൺട്രോള് നമ്മുടെ കയ്യിലല്ലായിരുന്നു. ഇൻവിസിബിൾ ഗോഡ്, അദൃശ്യനായ ദൈവം, തേജോരൂപിയായ ദൈവം നമ്മളെ കാത്ത അവന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. ആളുകളൊക്കെ ഉറങ്ങും, ഭൂമിയിലെ പട്ടാളക്കാർ ഉറങ്ങും, ഭൂമിയിലെ പോലീസുകാർ ഉറങ്ങുന്നില്ല, കാക്കേണ്ടവരൊക്കെ ഉറങ്ങും. ഒരു വലിയൊരു മുതലാളിയുടെ വീട്ടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു വാച്ച്മാനെ ആക്കിയിരുന്നു. വാച്ച്മാൻ പിറ്റേ ദിവസം രാവിലെ മുതലാളി വണ്ടി എടുത്തോണ്ട്, ബെൻസ് കാർ എടുത്തോണ്ട് ഗേറ്റിന്റെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ വാച്ച്മാൻ ചാടി എഴുന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കയറിയുന്നു. സാറേ പോകരുത്, വെളി പോകരുത് പ്ലീസ്. മുതലാളി ചോദിച്ചു, നിനക്ക് എന്താ പറ്റി? വാട്ട്സ് റീസൺ? എന്തുവാ കാര്യം? സാറേ, കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു, സാറിന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുന്നു. മുതലാളി ഉടനെ പറഞ്ഞ്, നിന്നെ ജോലി ഞാൻ പിരിച്ചു വിട്ടുന്നു. ഇത് പറഞ്ഞാലില്ല, നീ രാത്രി ഉറങ്ങിയേന്, നീ ഉറങ്ങിയപ്പോഴുള്ള സ്വപ്നം കണ്ടേ. ഇത് പറഞ്ഞാനല്ല, നീ കഴിഞ്ഞ രാത്രി നിന്നെ സൂക്ഷിക്കാനാക്കുന്നവൻ നീ കിടന്ന് ഉറങ്ങിയുണ്ടേ, നീ സ്വപ്നം കണ്ടു, അതുകൊണ്ട് നിന്നെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. സ്വപ്നം ഒന്നും കണ്ടതൊന്നും എല്ലാവർക്കും പറയണ്ട കേട്ടോ, ജോലി നിന്നൊക്കെ പിരിച്ചു വിടണം. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, ലോകത്തിലെ ആളുകൾക്ക് ഉറക്കവും മയക്കവും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും. ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ മയങ്ങുമ്പോഴും നമ്മളെ കാക്കുന്ന, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കിവിടെ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ യാക്കോബിന് ചുറ്റുമുണ്ടായിരുന്നു. യാക്കോബ് ഒരു സ്ഥലത്ത് വരുന്നതിന് മുന്നമേ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സ്വപ്നം താൻ കണ്ടത്. അതിൻ്റെ അർത്ഥം യാക്കോബ് അവിടെ വരുന്നതിന് മുന്നമേ ദൂതന്മാരെ അവിടെ അയച്ചു. സ്തോത്രം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ വേറെ രാജ്യത്ത് പോയാൽ ചുമ്മാ ഒരു വണ്ടി കയറിയെന്ന് നമ്മൾ പോകുന്ന പോലെ പോവല്ല. അതിനു മുമ്പേ കരിമ്പൂച്ചയോ എന്തോ എനിക്കറിയാൻ വയ്യ, ബ്ലാക്ക് കാറ്റോ ബ്ലാക്ക് ടൈഗറോ വണ്ടികളോ സീക്രട്ട് സർവീസുകളോ ഒക്കെ നേരത്തെ അയക്കും, എല്ലാം പാത നിരപ്പാക്കാൻ. ഏത് റോഡിൽ കൂടെ പോകുന്നേ, എങ്ങനെയുള്ള അവിടെയുള്ള വണ്ടികളൊക്കെ എന്തൊക്കെയാ, അവിടെയുള്ള വാഹനങ്ങൾ, ബിൽഡിങ്ങുകൾ, അങ്ങനെ സുരക്ഷിതം എല്ലാം ക്രമീകരിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സിസ്റ്റമാണ്. സ്തോത്രം.
അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ യാത്ര ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരായാലും യാത്ര ചെയ്യുന്നത് വണ്ടിയുടെ പേര് തന്നെ ബീസ്റ്റ് എന്ന, മൃഗം. എൻ്റെ പേര്, വണ്ടിയുടെ പേരതാ ബീസ്റ്റ്. എന്തോ ബീസ്റ്റ്. ബുള്ളറ്റോ മിസൈൽ പോലും കയറാക്കാത്ത രീതിയിൽ ബീസ്റ്റ്, മൃഗം. അത് കൊണ്ടുപോകുന്ന 9 വണ്ടികളാണ് പറയുന്നത്. 7 9 7 വണ്ടികളാണ് കൊണ്ടുപോകുന്നത്. ഇതിലാ പുള്ളി പോകുന്നതെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി എല്ലാം ഒരുപോലിരിക്കും. അത്ര ഭയങ്കര സെക്യൂരിറ്റി വേണം. പക്ഷെ അതിനെക്കാട്ടി വലിയ സെക്യൂരിറ്റിയാണ് നമുക്ക്. എന്താ മനസ്സിലായി? അത് ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമുക്ക് ചുറ്റും ദൂതന്മാരുടെ കാവലുണ്ട്. ഇന്ന് രാത്രികാല സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടാരത്തിന് ചുറ്റും ദൈവത്തിന്റെ കാവല്, ദൈവത്തിന്റെ സൂക്ഷിപ്പുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരൊറ്റ ദൂതൻ മതി, ഒരു ദൂതൻ. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കണതിന് അവൻ ദൂതന്മാരോട് കൽപ്പിക്കുന്ന. അപ്പോൾ പ്ലൂറൽ, ബഹുവചനമാണ്, സിംഗിളർ അല്ല. ഒരു ദൂതനോട് കൽപ്പിക്കുന്നതല്ല, ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പോൾ കുറഞ്ഞ പക്ഷം 2 ദൂതന്മാരെങ്കിലും മിനിമം ഉണ്ടല്ലോ. ഒന്നല്ല, മിനിമം 2 പേരുണ്ടല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കും, അയ്യോ കഷ്ടമായിപ്പോയി, 2 എണ്ണം എന്തോ ചെയ്യാനാ, 2 എണ്ണം എന്തോ ചെയ്യാനാന്നോ. ഒരുത്തൻ രാത്രിയിൽ ഒരു അശൂർ പാളത്തിലിറങ്ങി ഒരു നൈറ്റ് ഡ്യൂട്ടി ചെയ്തു. ഒരു ദൂതൻ 1,85,000 പേര് പോയി. ഒറ്റ ഡ്യൂട്ടി, നൈറ്റിൽ ഒരൊറ്റ ശുശ്രൂഷ. അത് എഴുന്നേക്കാൻ വയ്യാത്ത വല്യപ്പന്മാരും ഞഞ്ഞാ പിള്ളേരും അല്ലായിരുന്നത്. അത് എല്ലാം ആയുധപാണികളായ പട്ടാളക്കാരാ. 1,85,000 പേരെ ഒരൊറ്റ ദൂതൻ ഒരു ശുശ്രൂഷയ്ക്ക് കൊന്നു. കുറഞ്ഞ പക്ഷം 2 ദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഇന്ന് രാത്രികാലം ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഭീതിയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുക. നിങ്ങളുടെ ഭീതികൾ മാറട്ടെ, നിങ്ങളുടെ ഭയങ്ങൾ മാറട്ടെ, നിങ്ങളുടെ ആകുല ചിന്തകൾ മാറട്ടെ. ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവല് നിന്റെ മേലുണ്ട്, നിന്റെ തലമുറയുടെ മേലുണ്ട്. ഒരു നിമിഷം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അവൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അറേബ്യൻ രാജ്യത്ത് ബിസിനസ്സിന് പോകുന്ന ഒരു മനുഷ്യന്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് കേട്ടത് പഠിച്ചത് മേരിക്കോരമ്മാമ. ഒരു മനുഷ്യന് മരുഭൂമിയുടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് വേറൊരു പട്ടണത്തിൽ ചെന്ന് തൻ്റെ സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വിറ്റ് പൈസയുമായിട്ട് താൻ മടങ്ങി തൻ്റെ പട്ടണത്തിലേക്ക് വരുന്നു. രാത്രിയിൽ ഈ മരുഭൂമിയുടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു രാത്രി കൊണ്ട് അങ്ങ് ചെല്ലത്തില്ല. പുള്ളി ദൈവവൈതലാണ്. പുള്ളി ഇങ്ങനെ ഒട്ടകപ്പുറത്ത് വന്ന് സന്ധ്യ ആയതിനെ ഒട്ടകത്തെ അടിച്ച് താഴെ കിടത്തി അതിൻ്റെ മണ്ടയുള്ള ലഗേജൊക്കെ ഇറക്കി വെച്ച് ഒരു കിടക്കെടുത്ത് അവിടുന്ന് നൂത്തിട്ട് ഒരു വിളക്ക് കത്തിച്ച് 124 സങ്കീർത്തനം വായിച്ചു. എന്നിട്ട് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ച് ഇതാ ഇസ്രായേലിന്റെ പരിപാലൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. എന്നാ പിന്നെ നമ്മൾ 2 പേരോട് തന്നെ ഉണർന്നിരിക്കുന്നേ. എന്തുപോലെ നീ ഉണർന്നിരിക്കുക, ഞാൻ ഉറങ്ങാൻ പോവാ. ഒരു സിമ്പിൾ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. ശരിയല്ലയോ? ഒരാളെ സൂക്ഷിക്കാൻ ഇപ്പം നമ്മൾ 2 പേരോട് ഉണർന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? 3 ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങിക്കൂടായി. എന്നാലും ഞാൻ ഉറങ്ങത്തില്ല. അപ്പൊ ദൈവത്തിന്റെ കാര്യം പറഞ്ഞാലോ, ദൈവം എൻ്റെ എന്തായാലും ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. അത് നമ്മൾ 2 പേരും ഉണർന്നിരിക്കേണ്ട, ഞാൻ ഉറങ്ങുക. നമ്മുടെ പുള്ളി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. ഇദ്ദേഹം ബിസിനസ് കഴിഞ്ഞ് ഈ പൈസ വിറ്റ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് വരുന്ന കാര്യം ഒരു കള്ളം കണ്ടു. കള്ളം പുറകേ വന്നു. ദൂരെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് എല്ലാം അടിച്ച് കിടത്തുന്നതും കിടക്ക വിരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തന്നെ ഇവന് കള്ളം പതുക്കെ വന്ന് തോക്ക് എടുത്തുകൊണ്ട് കൂർക്കം വലിച്ചുറങ്ങുക. അങ്ങനെ ഉറങ്ങുന്ന ശബ്ദം കേൾപ്പിക്കുന്നവരുണ്ടോ? നിങ്ങളാരും അങ്ങനെ ഉറങ്ങുമ്പോൾ ശബ്ദം കേൾപ്പിക്കുന്നവരല്ല. ആന്നോന്ന് നിങ്ങളുടെ ഭർത്താവിൻ്റെയൊക്കെയോ, ഭർത്താവ് ഭാര്യയുടെയൊക്കെ ചോദിക്കണം. ഒരിക്കലും ആരും സമ്മതിച്ചിട്ടില്ല ഇതുവരെ. കാര്യം അവർ കേൾക്കത്തില്ല.
അതാണ് സത്യം. ആരും കൈ പൊക്കണ്ട, സ്വത്രം ചുരുന്നാൽ മതി. അപ്പോൾ ഇദ്ദേഹം വന്നു, ഈ പണസഞ്ചി ഇവിടെ വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് പിടിച്ച സമയത്ത് വലിയൊരു ലൈറ്റ് ചുറ്റി അടിച്ചു. പുള്ളി പേടിച്ചു പോയി. പുള്ളി അവിടെ പോയിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും കുറുക്കം വലിക്കുന്ന ശബ്ദം കഴിഞ്ഞ വന്ന് പണസഞ്ചിയെ പിടിച്ചു. അന്നേരം ഒരു ലൈറ്റ് ഭയങ്കരമായിട്ട് ചുറ്റി അടിച്ചു. പിന്നെ പോയിരുന്ന് ഇച്ചിടെ സമയം കൂടുതലെടുത്ത് അരമണിക്കൂർ കഴിയട്ടെന്ന് വിചാരിച്ചു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് വന്ന് പിടിച്ചോണ്ടേ പണസഞ്ചിയെ പിടിക്കും, ഭയങ്കര ലൈറ്റ് അടിക്കും. പുള്ളി അവിടെ പോയിരുന്നു. ഇനി നേരം വെളുക്കട്ടെന്ന് വിചാരിച്ചു. നേരം വെളുത്ത സമയത്ത് പുള്ളി ചാടി വീണു. ഒരു കാര്യം പറയണം, സത്യം പറയണം. പണസഞ്ചിയെ പിടിക്കുമ്പോൾ ലൈറ്റ് അടിക്കുന്ന സ്വിച്ച് അവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, ഏത് സ്വിച്ച്? അപ്പോൾ പുള്ളിക്ക് അതേ പിടിയിട്ടില്ല. പുള്ളി ഇത് കണ്ടില്ലല്ലോ ലൈറ്റ് അടിക്കുന്നത്. ഏത് സ്വിച്ച്? ഈ അരയെ വെച്ചേക്കുന്ന പണസഞ്ചിയെ പിടിക്കുമ്പോൾ ഈ ലൈറ്റ് അടിക്കത്തില്ലയോ, അതിൻ്റെ സ്വിച്ച് എവിടാന്ന്? അപ്പോൾ പുള്ളിക്ക് പിടി കിട്ടി. പുള്ളി പറഞ്ഞ്, ലൈറ്റ് മാത്രമേ ഉള്ളൂ, സ്വിച്ച് മേളിലാന്ന്. ലൈറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, സ്വിച്ച് മേളിലായത് കാര്യമായി. സ്വിച്ച് താഴെ അന്നേ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ലൈറ്റ് അടിക്കത്തില്ലായിരുന്നു. സ്വിച്ച് മേളിലത്തേത് കറണ്ട് വെട്ടിയാലും ഇടി വെട്ടിയാലും വെള്ളപ്പൊക്കം ഉണ്ടായാലും വെള്ളം ജനറേറ്റർ ഇല്ലെങ്കിലും മേളിലത്തെ സ്വിച്ച് ഓഫ് ആവത്തില്ല. ഉറങ്ങാത്തവൻ മയങ്ങാത്തവൻ നിരന്തരം നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കാവലിലായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ്. ഞാൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൂക്ഷിപ്പ് നമ്മുടെ മേലുണ്ട്. എലീഷയുടെ കൂടാരത്തിന് ചുറ്റുണ്ടായിരുന്നു, അവന് ഉണ്ടായിരുന്നു. ആരാം സൈന്യത്തെയാ ദർശനമില്ലാത്ത ബാല്യക്കാരൻ കണ്ടത്? എലീഷ പറയുക, അഗ്നി അശ്വങ്ങൾ, അഗ്നി രഥങ്ങൾ ചുറ്റുമുണ്ട്. ഇയ്യോബിന് ചുറ്റും വലിയ കെട്ടുണ്ടായിരുന്നു, ഉണ്ട്. ഇയ്യോബിനെ കാണത്തില്ലായിരുന്നെങ്കിലും 3 ഫെൻസിങ് തനിക്ക് ചുറ്റും, തൻ്റെ കുടുംബത്തിന് ചുറ്റും, തൻ്റെ നന്മകൾക്ക് ചുറ്റും. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ചുറ്റും, നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും, തലമുറയ്ക്ക് ചുറ്റും ദൈവത്തിൻ്റെ കാവല്, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്ക് വേണ്ടി കയറ്റി അയക്കുമ്പോൾ എന്തോ അഷുറൻസാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും വെളിയിൽ വിടാത്ത പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിയതാണ്. ഒരു സുപ്രഭാതത്തിൽ +2 പാസ്സായി, മെഡിസിന് കിട്ടി, അല്ലെങ്കിൽ നേഴ്സിങ്ങിന് കിട്ടി, ഫാർമസിക്ക് കിട്ടി, അങ്ങ് യൂക്രൈനിലും ഉഗാണ്ടയിലും സ്വിറ്റ്സർലൻഡിലും പഠിക്കാൻ ഓസ്ട്രേലിയയിലും കാനഡയിലും അല്ല നോർത്ത് ഇന്ത്യൻ പട്ടണങ്ങളിലും ഒക്കെ കയറ്റി അയക്കുന്ന, ട്രെയിനിൽ കയറ്റി അയക്കുന്നുണ്ട്. എന്തോ ഗ്യാരണ്ടിയില്ല. ദൈവമക്കൾക്കൊരു അഷുറൻസ് ഉണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ കാവൽ എൻ്റെ പൈതലിന്മേലുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ്, എൻ്റെ ദൂതന്മാരെ അവൻ മുന്നമേ അയച്ച് പാതകളെ, ദുർഘടങ്ങളെ മാറ്റി പാതകളെ നിരപ്പാക്കുന്ന ഒരു ദൈവത്തെ ഞാൻ സേവിക്കുന്നത്. ദൈവത്തിൻ്റെ കാവല് എൻ്റെ മേലുണ്ട്, എൻ്റെ തലമുറയുടെ മേലുണ്ട്, എൻ്റെ നന്മയുടെ മേലുണ്ട്, എൻ്റെ വാഹനത്തിന്മേലുണ്ട്, എൻ്റെ ആരോഗ്യത്തിന്മേലുണ്ട്. അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു രോമം പോലും താഴെ പോകത്തില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത അവിടെ എഴുതിയിരിക്കുന്നു, വിളിക്കപ്പെട്ടവർ. എഴുതുന്നത് ആർക്ക് വേണ്ടിയാ? ഉറക്കെ പറഞ്ഞേ. ഇന്ന് രാത്രി വിളിക്കപ്പെട്ടവരാണോ നിങ്ങൾ? പറ. അഷുറൻസ് ഉണ്ടോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഐ ആം കോൾഡ് ബൈ ദ ലോർഡ്. അപ്പം നിങ്ങളാലും ചിലരെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, പാസ്റ്റർ ഉപദേശി നിങ്ങൾക്കുള്ള വിളിയല്ല എൻ്റെ വിളി. ശരിയാ, ഞങ്ങളെ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള വിളിയാ. പക്ഷേ നിങ്ങളെ വിളിച്ച വിളി വ്യത്യസ്തമാണ്. കുറഞ്ഞ പക്ഷെ നിങ്ങളെ രക്ഷിക്കാനെങ്കിലും വിളിച്ചില്ലയോ? ഇല്ല, ദൂതി വല്ലതും പിടി കിട്ടിയെന്ന് തോന്നുന്നു. ദൈവത്തിൻ്റെ വിളി വ്യത്യസ്തമാണ്. കാട്ടത്തിയുടെ മണ്ടയിൽ നിന്നായ സക്കായിയെ വിളിച്ചിറക്കി വന്നത് അവനെ രക്ഷിക്കാൻ വേണ്ടിയാ. അബ്രഹാമിൻ്റെ മകനായ ഇവനും ഇവൻ്റെ കുടുംബത്തിനും ഇന്ന് രക്ഷ വന്നുവല്ലോ. അപ്പോൾ അവനെ വിളിച്ചതിന് വേണ്ടിയാ? അവനെ രക്ഷിക്കാൻ വേണ്ടിയാ. അത് ലൂക്കോസ് 19 ലൂക്കോസ് 18 അവസാനം വഴിത്തലകിൽ നിന്ന് ഭൃത്യമായ യേശു വിളിച്ചു, അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവനെ വിളിച്ചു വരുത്തി എന്തിനാ? സൗഖ്യമാക്കാൻ വേണ്ടിയാ. അബ്രഹാമിനെ വിളിച്ചെന്തിനാ? ബഹുജാതികളുടെ പിതാവാക്കാൻ വേണ്ടിയാ. മോശയെ വിളിച്ചതിന് വേണ്ടിയാ? ഒരു വലിയ ജനനദിയെ പുറപ്പെടുവിച്ചെടുക്കാൻ വേണ്ടിയാ.
ശമൂവേലിനെ വിളിച്ചതിനാ പ്രവാചകനാക്കി തീർക്കാൻ വേണ്ടിയാ. യെരമ്യായെ വിളിച്ചതിനാ ജാതികളുടെ പ്രവാചകനാക്കി തീർക്കാൻ വേണ്ടിയാ. പൗലോസിനെ വിളിച്ചതിനാ ജാതികളെ അപ്പോസ്തലനാക്കി തീർക്കാൻ വേണ്ടിയാ. അപ്പോൾ വിളികൾക്ക് വ്യത്യാസമുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി വിളിക്കും, സൗഖ്യമാക്കാൻ വേണ്ടി വിളിക്കും, വലിയ സ്നേഹിതനാക്കാൻ വേണ്ടി വിളിക്കും, ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി വിളിക്കും, ശിഷ്യന്മാരാക്കാൻ വേണ്ടി വിളിക്കും. ദൈവത്തിന്റെ വിളി വ്യത്യസ്തമാ. എന്നാൽ ഒരൊറ്റ വിളി പോലും കേൾക്കാത്ത ഒരു വ്യക്തിയും ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇല്ല. ദൈവമക്കളാണെങ്കിൽ നമ്മളെ വിളി കേട്ടവരാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് പറയാൻ കഴിയും, അറ്റ്ലീസ്റ്റ് വൺ കോൾ, ഒരു വിളിയെങ്കിലും എന്റെ മേൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവ ഭൂമിയെ വിളിക്കുന്നു. സ്തോത്രം. യഹോവ ഭൂമിയെ വിളിക്കുന്നു. ഇന്ന് രാത്രികാലവും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. അവന്റെ വിളിവേ നമ്മുടെ മേലുണ്ട്, നമ്മുടെ കുടുംബത്തിന് മേലുണ്ട്. സ്തോത്രം. രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം വിളിക്കുന്നത്. രാത്രികാലം നമ്മളെ സൗഖ്യമാക്കാൻ വേണ്ടി വിളിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു നിങ്ങളെ വിളിക്കുന്നു. ഐ ആം ദ ഗോഡ് ദാറ്റ് ഹീലത്ത് thee. നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നു, ദൗത്യം ഫലമേൽപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ലേഖനം നമ്മുടെ പേരിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അഷ്വറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞത്, ഈ ലേഖനം എൻ്റെയും നിങ്ങളുടെയും പേരിലാണ് എഴുതിയിരിക്കുന്നത്. ഗലാത്യ സഭയ്ക്ക് ഫിലിപ്പി ലേഖനമൊക്കെ എഴുതിയതൊക്കെ നമുക്ക് പ്രയോജനമാണ്, യാതൊരു സംശയവുമില്ല. അത്യന്താപേക്ഷിതമാണ്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. പക്ഷേ എന്നെ സന്തോഷിപ്പിച്ച കാര്യം, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അന്നുള്ളവർക്ക് മാത്രമല്ല, ഇന്നും എൻ്റെ പേരിൽ അഡ്രസ്സ് ചെയ്തിരിക്കുക. കാരണം ഐ ആം ലവ്ഡ് ബൈ ദ ലോർഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ് ബൈ ദ ലോർഡ് ആൻഡ് ഐ ആം കോൾഡ് ബൈ ദ ലോർഡ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോട്ടെ. രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശാന്തമായി ലളിതമായ രീതിയിൽ നിങ്ങളുടെ സംസാരിച്ചു. ഇന്ന് രാത്രികാലം ദൈവസ്നേഹം രുചിച്ചറിഞ്ഞവരാണോ നിങ്ങൾ? ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണോ? ദൈവത്തിൻ്റെ വിളി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഷുറൻസ് ഇല്ലെങ്കിൽ, മേക്ക് ഷുവർ ടുനൈറ്റ്, ഈ ഫസ്റ്റ് നൈറ്റ് തന്നെ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് പോകണം. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എനിക്ക് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വിളി എൻ്റെ മേലുണ്ട്. ഞാൻ പലപ്പോഴും അത് ഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പിച്ചുകൊള്ളുകയും. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ദൈവം എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ സ്നേഹം കൂടുതൽ രുചിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഇന്ന് ഒരിക്കൽ കൂടെ, ഒരു പടി കൂടെ അത് അനുഭവിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ ഉന്നതമായ വിളി ചിലർ ശുശ്രൂഷയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, സൗഖ്യമാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വിളി ഇന്ന് രാത്രിക്കാലം ഇവിടെ മുഴങ്ങി കേൾക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ജീവിതത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീരുമാനം കരങ്ങളെ ഉയർത്തിയാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആ കരങ്ങൾക്കായി സ്തോത്രം. ആ കരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ കരങ്ങളെ ദൈവം തൊടട്ടെ. ദൈവത്താൽ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടവരാണ്. യു ആർ ലവ്ഡ് ബൈ ദ ലോർഡ്. ലോകത്തിലെ സ്നേഹം വറ്റിപ്പോയാലും ഒരിക്കലും സ്നേഹം വറ്റിപ്പോകാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് രാത്രികാലം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ ഉന്നതമായ വിളി, പരമവിളി, സ്വർഗീയ വിളി, ഉന്നതമായ വിളി നിങ്ങളുടെ മേലുണ്ട്. ഇന്ന് രാത്രികാലം അനുഭവിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്ത. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ നാമം ചൊല്ലി അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ കാവല്, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വിളി നിന്റെ ജനത്തിന്മേൽ ദൈവം അയച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കരങ്ങൾ ഉയർത്തി നിന്റെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വലിയൊരു ദാസനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. വളരെ കഷ്ടപ്പെട്ട്, വളരെ അധ്വാനിച്ച്, വളരെ പണം മുടക്കി ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. ഇന്നിവിടെ ആരംഭിച്ച ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവ് ഇടിയാക്കിയാട്ട്, അങ്ങയുടെ അഭിഷക്തന്മാരെ അഭിഷേകത്തോടെ ഈ മീറ്റിങ്ങിന് വേണ്ടി അയച്ചാട്ട്, ജനത്തെ സന്ദർശിച്ചാട്ട് ഈ പട്ടണം, ഈ ദേശം വിടുവിക്കപ്പെടട്ടെ.
അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്ത് വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങൾ, അമിക്കയറുകളെ ഞങ്ങൾ അറുത്തുമാറ്റുകയാണ്. We break the yoke of Satan. പിശാച് വച്ചിരിക്കുന്ന നുകങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒടിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദേശത്ത് വ്യാപരിക്കട്ടെ. കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. വ്യക്തികൾ രക്ഷിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ ദിവസങ്ങളാക്കി അവിടുന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ യഹോവയുടെ നാമത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കടനാൽ സ്തോത്രം. യേശുവിൻ വലിയൊരു നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ശക്തിയോടെ സന്തോഷത്തോടെ